ഈ അമേരിക്കൻ ഇലക്ഷൻ്റെ വിശേഷങ്ങളൊന്നും കാര്യമായി ഇപ്പം നമ്മുടെ പത്രങ്ങളിൽ വരുന്നില്ല. ബംഗ്ലാദേശും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നത്. പക്ഷേ ഞാൻ കേൾക്കുന്നത് ട്രംപിലോ അല്ലാതെ ഒന്ന് പരുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല സഭ്യമല്ലാത്ത വാക്കുകൾ, കമലയെ ബിച്ചെന്നൊക്കെ വിളിച്ചു, ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ട്രംപ് ആകെ ഒന്ന് പതറിയിട്ടുണ്ടോ, പതുങ്ങിയിട്ടുണ്ടോ? ഒരു പതർച്ച വന്നിട്ടുണ്ട്. ഈ ട്രംപിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് വിജയം ഒരു തളികയിൽ വെച്ച് കൊടുത്ത പോലെയായിരുന്നു. വളരെ ക്ലിയറായിട്ട് പുള്ളി ഹി വാസ് ദി ഫേവറിറ്റ് ടു വിൻ ദി ഇലക്ഷൻ. മാത്രമല്ല അദ്ദേഹം ബൈഡൻ ആണെങ്കിൽ ഈസി ആയിട്ട് ജയിക്കുമായിരുന്നു. ബൈഡനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ട്ഷൈൻ ചെയ്യുകയും ചെയ്തു. ബൈഡന് ഇടയ്ക്കൊക്കെ ദി വേഴ്സ്റ്റ് പ്രസിഡന്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞങ്ങ് അത് കഴിഞ്ഞപ്പോൾ ബൈഡനാണെങ്കിൽ ചില സമയത്ത് അദ്ദേഹത്തിന് ചില പറ്റുകൾ പറ്റി. അതായത് ഈ ജെറ്റ് ലാഗൊക്കെ വെച്ചിട്ട് പല വിദേശ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ട് ജെറ്റ് ലാഗോടുകൂടി സംസാരിക്കാനൊക്കെ വന്നു എല്ലാം മറന്നു പോകണേക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെടി വെച്ചതാണ്. അതും കൂടി ആയോടുകൂടി ട്രംപ് ഭയങ്കര ഹീറോ ആയി. ബൈഡൻ വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ്ഡ്. അപ്പോൾ വളരെ വിജയം നേടിക്കഴിഞ്ഞതായിട്ടാണ് ട്രംപ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ബൈഡൻ അങ്ങനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് ഓടിച്ചു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ചാൻസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി എന്നല്ല, അദ്ദേഹത്തെ ഈ ട്രംപിനെ തന്നെ ജയിക്കാമായിരുന്നു. ഇത്രയും ഔട്ട് ക്ലാസ് ചെയ്ത് ഔട്ട് ട്രെയിൻ ചെയ്ത് അദ്ദേഹത്തെ ഓടിച്ചു തറ പറ്റിച്ച്. അതുകൊണ്ട് അങ്ങേർക്ക് ഓടി മാറേണ്ടിയും വന്നു. പക്ഷെ ഇപ്പോൾ വന്നേക്കുന്നത് ഒരു പ്രശ്നമാണ്. ഈ കമല ഹാരിസ് എന്ന് പറയുന്നത് നല്ല എതിരാളി വന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ട്രംപിന് ബൈഡനെ പറ്റി പറയാനുണ്ടായിരുന്ന കുറ്റം പ്രായാധിക്യം ബാധിച്ച് ഓർമ്മയില്ലാത്ത പോലെ അതൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പറഞ്ഞാൽ 2 വയസ്സിൻ്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിലുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനേക്കാളും വളരെ പ്രായം കുറഞ്ഞ സ്ത്രീയാണ്. കമ്പാരിറ്റീവ്ലി വളരെ ചെറുപ്പക്കാരത്തിയാണല്ലോ കമല ഹാരിസ്. അതുകൊണ്ട് അവർക്ക് വളരെയധികം നേട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ട്രംപിന് പണ്ട് വായത്തന്നിത് എന്ത് പാട്ടായിട്ടും പാടാമായിരുന്നു. ഈ ബൈഡൻ അതിന് മറുപടിയൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പം അതല്ല. ഈ കമല ഹാരിസിന് എന്തെങ്കിലും പറഞ്ഞാൽ അതിലും ഭയങ്കരമായിട്ട് അതിലും നീണ്ട നാക്കോടുകൂടി അങ്ങോട്ട് വെച്ച് പെരുകികളെ മുറിപ്പത്തലാണ് വരുന്നത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപിന് കൺട്രോൾ നഷ്ടപ്പെട്ട് വായത്തന്നിതൊക്കെ ഇങ്ങനെ പറയും. പലതും ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് നെഗറ്റിവിറ്റി ആൻഡ് സെക്സിസം ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കാനും മറുപടി പറയാനും ബുദ്ധിമുട്ടുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ. ബൈഡൻ്റെ ഷൂവിലേക്ക് പതുക്കെ ട്രംപ് മാറുവാണോ? അതെ. ഇപ്പോൾ കുറച്ച് ഒരു ലൂസിങ് സൈഡിലേക്ക് വന്നിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കമല ഹാരിസ് ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ ട്രംപ് ആണെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനോ റിയലിസ്റ്റിക് ആകാനോ ശ്രമിക്കണില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയാൻ 75% ഓഫ് പീപ്പിൾ ആർ വിത്ത് മീ, എനിക്കൊന്നും പേടിക്കാനില്ല, എനിക്ക് ഓവർവെൽമിങ് മെജോറിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞങ്ങനെ തന്നെത്താൻ പറഞ്ഞ് സൂചിക്കുകയാണ്. പക്ഷെ അതൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ പല ചാനലുകളും അവരുടെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്നതിൽ ഇപ്പോൾ ഒരു ചാനൽ മാത്രമേ ഈ ട്രംപിന് അനുകൂലമായിട്ട് പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് CNBC, ഓൾ അമേരിക്ക എക്കണോമിക് സർവേ എന്ന് പറഞ്ഞിട്ട് CNBCയുടെ ഉണ്ട്. അവർ പറയുന്നത് 48 ട്രംപിന് പറയുന്നു, 46 കമല ഹാരിസിന് പറയുന്നു. അവർ മാത്രമേ ഇപ്പോൾ ട്രംപിന് ഫേവറബിളായിട്ട് സംസാരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ചാനലുകളും പറയുന്നത് ട്രംപ് ഈസ് ഗോയിങ് ടു ലൂസ് എന്നാണ്. അപ്പോൾ അതിൽ പിന്നെ ട്രംപിൻ്റെ ഒരു ഫേവറേറ്റ് ചാനലുണ്ട്, ട്രംപിൻ്റെ സ്വന്തം ആൾക്കാരായിട്ട് കാണുന്ന ഒരു ചാനലുണ്ട്, ഫോക്സ് ന്യൂസ്. ആ ഫോക്സ് ന്യൂസ് പോലും 42 പോയിൻറ്റ്സ് കമല ഹാരിസിന് കൊടുക്കുമ്പോൾ 40 പോയിൻറ്റ്സാണ് ട്രംപിന് കൊടുക്കുമ്പോൾ. അത് ശരി. പിന്നെ ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിൽ 50 പോയിൻറ്റ്സാണ് കമല ഹാരിസിന് കൊടുക്കുന്നത്, 46 പോയിൻറ്റ്സ് ട്രംപിന് കൊടുക്കുന്നത്. 4% വ്യത്യാസമുണ്ട്. പിന്നെ ഈ പോൾസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് പോയത് ഇൻ എ മാറ്റർ ഓഫ് 2 വീക്സാണ്. അതിനു മുമ്പ് ഓഫ് കോഴ്സ് ട്രംപ് വാസ് ലീഡിങ്. അപ്പോൾ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഇവരുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റിയും റേറ്റ് ചെയ്യാൻ തുടങ്ങി, അവരുടെ ക്യാരക്ടറിനെയും ക്വാളിറ്റീനെയൊക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ടെമ്പറമെൻറ്റിനെ പറ്റിയാണ്. ഒരു പ്രസിഡൻ്റ് ആയിരിക്കാനുള്ള ടെമ്പറമെൻ്റ് ആർക്കാണുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നത് 54 പോയിൻറ്റ്സാണ് കമല ഹാരിസിന് കിട്ടുന്നത്. ടെമ്പറമെൻറ്റ് ലീഡ് ദി കൺട്രി 45 ഉള്ളൂ ട്രംപിന്. പിന്നെ ഓണസ്റ്റിയും കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓണസ്റ്റിയുടെ കാര്യത്തിൽ 52 പോയിൻറ്റ്സാണ് കമല ഹാരിസിന്,
41 പോയിന്റ്സേ ഉള്ളൂ ട്രംപ്. കുറച്ച് വിശ്വാസ്യത 41% ആ പിന്നെ ഇൻ്റലിജൻസിൻ്റെ കാര്യം, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലാ ഹാരിസിന് 65ഉം കമലാ ഹാരിസിന് 65 പോയിന്റ്സ് കൊടുക്കുമ്പോൾ ട്രംപിന് 56 പോയിന്റ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും ക്ലിയറായിട്ട് ഈ കമലാ ഹാരിസിനാണ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. പിന്നെ ഇൻ്റലിജൻ്റാണ്, കാര്യങ്ങൾ എന്ത് തന്ത്രവും ഉപയോഗിക്കാനൊക്കെ. ട്രംപ് എന്ന് പറഞ്ഞാൽ ഇടിച്ചു കയറാന്നല്ലാതെ വേറെ തന്ത്രോ സൂത്രമോ ഒന്നും പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. പിന്നെ വിഷൻ ഫോർ ദ US, ആ വിഷൻ ഫോർ ദ US എന്നുള്ളതിൽ ട്രംപിന് അനുകൂലമായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് 60. എന്ത് സംഭവിക്കണം അത് ഏതാണ്ട് ശരിയാണെന്ന് പറയുന്നത്. ട്രംപിന് ഇപ്പം നമ്മുടെ മോദി ആണെങ്കിലും മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്, ഒരു ഭാവി ഇന്ത്യ, അടുത്ത 25 വർഷം അല്ലെ 40 വർഷം ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ട്രംപ് ചെയ്യുന്ന ഒരു ഇത് അതുതന്നെയാണ്. അമേരിക്ക നാളെ എന്തായിരിക്കണം അപ്പോൾ പ്രായോഗിക ബുദ്ധിയോട് കൂടിയുള്ള. അതെ അതെ അതെ. ഇപ്പം ഈ നുഴഞ്ഞു കയറ്റം, കുടിയേറ്റത്തിൻ്റെ പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ഫ്യൂച്ചർ എന്തായിരിക്കണതിനെക്കുറിച്ച് ഒരു വിഷൻ ട്രംപ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തി കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്ത് പോകാം എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു ക്ലിയർ വിഷനുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് നന്മ വരണം, രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാവണം, വളർച്ച ഉണ്ടാവണം, വികസനം ഉണ്ടാവണം എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ട്രംപിനൊരു ക്ലിയർ വിഷനുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ ആളുകളെ കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്നത് രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ ഭാവി കൂടിയാണ്. അത് വളരെ കാര്യമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളുടെ ഈ പറഞ്ഞ പോലെ ദേഷ്യം വരുമോ, അല്ലെങ്കിൽ ആൾ സത്യസന്ധനാണോ, അതും അല്ലെങ്കിൽ എന്താ ഈ ടോക്കറ്റീവാണോ, ബുദ്ധി ഒന്നുമല്ല. ഒരാളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുടെ കേവല ബുദ്ധി കൊണ്ടൊന്നല്ലോ അല്ല രാജ്യം ഭരിക്കുന്നത്. അതിനൊരു ടീം വേറെയുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത്തിരി കുറവായാലും നാളെക്കുറിച്ചുള്ളൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതല്ലേ പ്രധാനം. അതെ, അത് പ്രധാനമാണ്. പിന്നെ ഇതേപോലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അദ്ദേഹത്തെ ഹാർഡ് കോർ സപ്പോർട്ടേഴ്സ് ഓഫ് ട്രംപ്. അപ്പോൾ അവർ പറയണത് ഈ ഇലക്ഷനെ പറ്റിയുള്ള ഈ പോൾസ് എന്നൊക്കെ പറഞ്ഞത് ദാറ്റ് ഇസ് നോൺ സെൻസ്, ഇറ്റ് ക്യാരീസ് നോ സെൻസ് അറ്റ് ഓൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ഹിലരി ക്ലിൻ്റൺ എങ്ങനെയായാലും ജയിക്കും, 95% അവർക്ക് ചാൻസ് ഉണ്ടെന്ന് അവരെയൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവസാനം വന്നപ്പോൾ ട്രംപ് ജയിച്ചു. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞോട്ടെ, ഇങ്ങനെ പോൾസും സർവേ ഒക്കെ നടത്തിക്കോട്ടെ, അത് അവരുടെ തൊഴിൽ, അവരുടെ ഡെയിലി ബ്രെഡ്, അവരുടെ അന്നം കിട്ടുന്ന കാര്യം, അതവർ നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതൊന്നും വി ആർ നോട്ട് ബോധേഡ് അറ്റ് ഓൾ എന്നുള്ളതാണ് ഈ മാഗ അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന് പറയുന്ന ഹാർഡ് കോർ സപ്പോർട്ടേഴ്സ് ഓഫ് ട്രംപ് പറയുന്നത്. അവരുടെ പണി ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അവർ കോൺഫിഡൻ്റ് ആണ്. അതേപോലെ അവർക്ക് പ്രതീക്ഷ ട്രംപിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടു. അല്ല, ഒരു പ്രൊപ്പഗാൻഡ എപ്പോഴും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഗൂഗിൾ ഉൾപ്പെടെ ഉള്ള മീഡിയ മുഴുവൻ കമലയ്ക്ക് അനുകൂലമാണ്. സോറോസിനെ പോലെയുള്ള ആളുകൾ കമലയ്ക്ക് അനുകൂലമാണ്. അപ്പോൾ ഒരു വലിയ നാരേറ്റീവ് ബിൽഡിംഗ് ടീം മുഴുവൻ അപ്പുറത്താണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കണ്ടതുപോലെ ഇന്ത്യയിൽ ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു പ്രചരണ തന്ത്രമാണ് വിദേശ ഫണ്ടും വിദേശ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നത്. എന്നിട്ട് അതിന് മോദിക്ക് പരിക്ക് പറ്റിയെങ്കിലും BJP കടന്നുകൂടി. അതേ സിമിലർ സിറ്റുവേഷൻ ആണ് അമേരിക്ക കാണുന്നത്. കാരണം ഈ കമലയുടെ പ്രസംഗം പോലെയുണ്ട്. ട്രംപ് വന്നാൽ ഭരണഘടന മാറ്റും, ന്യൂനപക്ഷ അവകാശങ്ങൾ എടുത്തു കളയും, കുടിയേറ്റക്കാരെ പുറത്തു കളയും എന്നൊക്കെ ഇന്ത്യയിൽ എന്ത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചോ അത് തന്നെയാണ് കമലാ ഹാരിസ് അമേരിക്കയിൽ പ്രസംഗിക്കുന്നത്. അത് ജോർജ് സൊറോസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സെയിം സ്ക്രിപ്റ്റാണ് സൊറോസ് ക്യാമ്പിൽ തയ്യാറാക്കിയ അതേ സ്ക്രിപ്റ്റ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി രാഗ പാടിക്കഴിഞ്ഞതിന് ശേഷം ആ രാഗം കമല ആവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇതേ ഒരു നാരേറ്റീവ്സ് ഉണ്ടാവാം, ഇത്തരം സർവേസ് വരാം. ഒരുപക്ഷെ ഈ മാഗ പറയുന്നതിലായിരിക്കാം കാര്യം. ഏതായാലും ട്രംപിൻ്റെ ഏകപക്ഷീയമായ മുന്നോട്ട് പോക്കെന്നുള്ള ഒരു ഇമേജിന് മങ്ങലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അവസാനം വോട്ടിങ്ങിൽ എങ്ങനെ വരും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതിന് ഇനിയും സമയമുണ്ട്. ജനുവരി ഫസ്റ്റ് വീക്കാണ് അല്ലേ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് ജനുവരിക്ക് ഇനിയും ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് കാത്തിരിക്കാം. അമേരിക്കൻ ഇലക്ഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരോട് അതും പറഞ്ഞുകൊണ്ടിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.